ഏവരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉക്രൈനെയും യൂറോപ്പിനെയും ചതിച്ച് ട്രംപ് റഷ്യയുമായി അടുത്തുകൂടി ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം അമേരിക്കൻ കരുത്തും ആയുധശേഷിയും റഷ്യൻ കരുത്തുമായി മാറ്റുരച്ച് നോക്കാനാണ് 3 വർഷം മുമ്പ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും ചേർക്കാമെന്ന് പറഞ്ഞ് ജോ ബൈഡൻ റഷ്യയുമായുള്ള യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത്. എന്നാൽ റഷ്യ അതിശക്തമാണെന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ഉണ്ടായപ്പോൾ ഉക്രൈൻ മുഴുവനായും തന്നെ നശിച്ചിരിക്കുകയാണ്. ആദ്യമാദ്യം സെലൻസ്കിയെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന് ആയുധം കൊടുത്ത് യുദ്ധം ചെയ്യിപ്പിച്ച അമേരിക്ക പിന്നീട് ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകാതെ പാതി വഴിയിൽ പതുക്കെ പിൻവലിയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഉക്രൈൻ്റെ പോലും സമ്മതമില്ലാതെ അവരെ പൂർണ്ണമായും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് ഒരു കരാറുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ്. തന്നെയുമല്ല, സെലൻസ്കിയെ റഷ്യക്ക് പിടിച്ചു കൊടുത്ത് റഷ്യൻ ജയിലിലേക്ക് അയക്കാനും ചിലപ്പോൾ ട്രംപ് തുനിയാൻ സാധ്യത വളരെയേറെയാണ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാലം റഷ്യൻ ജയിലിൽ സെലൻസ്കിക്ക് സുഖമായി വാഴാൻ കഴിയും. റഷ്യ യുദ്ധത്തിലൂടെ അവർക്ക് വന്ന നഷ്ടത്തിന് പകരമായി പിടിച്ചെടുത്ത ഉക്രൈൻ്റെ പ്രദേശങ്ങൾ ഇനി തിരിച്ചു തരില്ല എന്ന് പുടിൻ പറഞ്ഞപ്പോൾ ട്രംപ് പുടിൻ്റെ ഏത് ഡിമാൻഡും അംഗീകരിക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചർച്ച നടക്കുന്നത് ട്രംപും പുടിനുമായി മാത്രമാണ്. ഇതിൽ അയാൾ യൂറോപ്യൻ യൂണിയനെ മാറ്റി നിർത്തുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനു പിന്നിൽ അയാൾക്കൊരു ഗൂഢലക്ഷ്യമുണ്ട്. പുടിൻ്റെ സകല ഡിമാൻഡുകളും അംഗീകരിച്ച് അയാൾക്ക് മുന്നിൽ കിടന്ന് ഇഴയുന്ന ട്രംപിൻ്റെ ദയനീയ ദൃശ്യം ഈ യൂറോപ്യൻ യൂണിയൻ കാണേണ്ട എന്ന് അയാൾ കരുതി കാണും. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയനെ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുപ്പിക്കില്ല എന്ന് ട്രംപ് പറയുന്നത്. എന്നാൽ യുദ്ധം അവസാനിക്കുമ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം ഉക്രൈനികൾ ദുഃഖിക്കുകയും ഭയപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതിന് കാരണം ട്രംപ് തങ്ങളുടെ രാജ്യത്തെ പുടിന് അടിയറ വെക്കുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. തന്നെയുമല്ല, ഭാവിയിൽ റഷ്യയുടെ അനുമതിയില്ലാതെ രാജ്യത്ത് ആർക്കും സ്വതന്ത്രമായി ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ഇതിലൂടെ മറ്റൊരു പലസ്തീൻ കൂടി ലോകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് പലസ്തീന് സംഭവിച്ചത്. ഇസ്രയേൽ പലസ്തീൻ്റെ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് വെസ്റ്റ് ബാങ്ക് അവരുടെ കൺട്രോളിലാക്കിക്കൊണ്ടും ഇസ്രയേലിൻ്റെ പട്ടാളത്തെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് പലസ്തീൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലുമായി ഈ ഹമാസ് യുദ്ധം ചെയ്യുന്നത്. സ്വന്തമായി ഞങ്ങൾക്കൊരു രാജ്യം വേണം എന്നൊരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിനെ ഭീകരവാദം എന്നൊക്കെ പറയുന്നതുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ ഈ സെലൻസ്കിയുടെ ഉക്രൈൻ റഷ്യയുടെ അണ്ടറിലേക്ക് പോയെങ്കിൽ മാത്രമേ ലോകത്തുള്ള സാധാരണക്കാർക്ക് ഈ വിഷയം മനസ്സിലാവൂ. എത്രയാണ് ഈ പാരതന്ത്ര്യത്തിൻ്റെ കഷ്ടപ്പാടെന്ന് പിന്നീട് ലോകം മനസ്സിലാക്കും. പലസ്തീൻ ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് ആരും അവരെ പിന്തുണയ്ക്കില്ല. എന്നാൽ ഉക്രൈൻ എങ്ങനെയല്ല. യൂറോപ്യൻ സാന്നിധ്യമില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് റഷ്യയുമായി ചർച്ചകൾ ആരംഭിക്കുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഉക്രൈനെക്കുറിച്ച് ഒരു അടിയന്തര ഉച്ചകോടി കൂടാൻ യൂറോപ്യൻ നേതാക്കൾ ഫ്രാൻസിൽ ഒത്തുകൂടുമ്പോൾ അവരുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ വരുന്ന തിങ്കളാഴ്ച ജർമ്മനി, UK, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, നെതർലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ തലവന്മാരുമായും കൂടാതെ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്, നാറ്റോ സെക്രട്ടറി ജനറൽ എന്നിവരുമായൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഭാവിയിൽ തങ്ങളും ഉക്രൈനെ പോലെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടും എന്നാണ് ഇപ്പോൾ യൂറോപ്പ് ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഉച്ചകോടി കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് പാപ്പരാണ് എന്നുള്ളതാണ് സത്യം. അതിന് കാരണം സദ്ദാം ഹുസൈനുമായും താലിബാനുമായുള്ള അമേരിക്കൻ യുദ്ധത്തിനെ യൂറോപ്പ് പിന്തുണച്ചത് മധ്യേഷ്യയിലെ പെട്രോളിയത്തിൻ്റെ ശേഖരം പിടിച്ചെടുത്ത് അറബ് രാജ്യങ്ങളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാം എന്ന അമേരിക്കൻ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ യുദ്ധങ്ങളെല്ലാം അമേരിക്കൻ സഖ്യത്തിന് വൻ നഷ്ടമാണ് വരുത്തിവെച്ചത്. അറബികളിൽ നിന്നും ഒന്നും നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒന്നും കിട്ടാതെ, പെട്രോളിൻ്റെ മേൽ ഒരാധിപത്യം സ്ഥാപിക്കാനാവാതെ അമേരിക്കയ്ക്ക് ഈ മധ്യേഷ്യയിൽ നിന്നും തിരിച്ചു പോകേണ്ടി വന്നു. അതുമാത്രമല്ല, തങ്ങൾക്ക് ഭീഷണിയായിരുന്ന സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കി യുദ്ധം അവസാനിച്ചതോടെ സൗദി അമേരിക്കൻ കമ്പനിയായ അരാംകോയിൽ അമേരിക്കയ്ക്ക് പിന്നീട് കരാർ പുതുക്കാൻ പോലും അവസരം നൽകാതെ സൗദി ഈ അമേരിക്കയെ പുറത്താക്കുകയാണ് ചെയ്തത്. മിഡിൽ ഈസ്റ്റിലെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചപ്പോൾ
യുദ്ധത്തെ സഹായിച്ച യൂറോപ്പ് സത്യത്തിൽ പാപ്പരാവുകയാണ് ചെയ്തത്. അവർ അതിനു മുമ്പ് ഇറക്കിയ മുതൽ പലിശ സഹിതം നഷ്ടമായി എന്നുള്ളതാണ് വാസ്തവം. അവർ ധരിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ ഒന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അറബികളെല്ലാം പേടിച്ച് ഓടിയിട്ട് ഇവർ ഈ അമേരിക്ക പെട്രോൾ ശേഖരങ്ങളെല്ലാം പിടിച്ചെടുത്ത് പിന്നെ ഇതെല്ലാം അവർക്ക് നമ്മുടെ സ്വന്തമാക്കാം, പിന്നെ നമുക്കെല്ലാം കൂടെ സ്വസ്ഥമായി സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെയായിരുന്നു കണക്ക് കൂട്ടിയത്. അതിനെയെല്ലാം തകർത്ത് കളഞ്ഞ് സദ്ദാം ഹുസൈൻ മാത്രമേ മരിച്ചുള്ളൂ. അതോടുകൂടി എത്ര സംഘടനകളാണ് അമേരിക്കക്കെതിരെ ഈ മധ്യേഷ്യയിൽ ഉയർന്നു വന്നത്. അവരെല്ലാം നിരന്തരം പോരാടുകയാണ്. അമേരിക്കയുടെ സാന്നിധ്യം എവിടെ കണ്ടാലും അവിടെ എല്ലാം ഇവരുമായിട്ട് അടിയാണ്. അറബികൾ കീഴടങ്ങാത്തവരാണെന്ന് മനസ്സിലാക്കി അവർക്ക് പിന്നാലെ നടന്ന് ചെരുപ്പ് തീർക്കേണ്ട എന്ന് കരുതിയാണ് പിന്നീട് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും പലസ്തീൻ യുദ്ധത്തെ പിന്തുണയ്ക്കാതെ മാറി നിന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം. തന്നെയുമല്ല, ഇക്കാര്യത്തിൽ സമ്പന്നരായ അറബികളെ പിണക്കാൻ ഇപ്പോൾ യൂറോപ്പ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചതിൻ്റെ നഷ്ടങ്ങൾ യൂറോപ്പ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരിപ്പോൾ പുതിയ യൂണിയനായി മാറുകയാണ്. ഒപ്പം അറബ് രാജ്യങ്ങളുമായി കൂടുതൽ ചെങ്ങാത്തത്തിന് ശ്രമിക്കുകയാണ്. അമേരിക്ക ഓരോ രാജ്യത്തിനെയും ചതിച്ച് സ്വന്തം കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് റഷ്യ, ചൈന, ഇറാൻ കൂട്ടുകെട്ട് വളർച്ച മുറ്റിയിരിക്കുകയാണ്. ലോകത്ത് അമേരിക്കൻ ആധിപത്യത്തിൻ്റെ ആയുസ് കുറഞ്ഞിരിക്കുന്നു എന്ന് ട്രംപിൻ്റെ ഓരോ നീക്കങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്.